അപ്പോൾ ഞാൻ ഇവിടെ വേറെ പ്രൊഫൈലും ഇവിടെ വേറെ പ്രൊഫൈലാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ കോപ്പി ടു ക്ലിപ്പ് ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാം. ഒന്നാമത്തെ കേസ് നമുക്ക് ഈ പ്രൊഫൈലിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. കൺട്രോൾ സി ഇത് സെലക്ട് ചെയ്താണ് ജസ്റ്റ് ഇവിടെ കൺട്രോൾ വി അടിച്ചാലും ഓക്കെയാണ്. ഇതിൽ മെറ്റീരിയൽ ചേഞ്ചസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, മോഡിഫൈ ചെയ്താലും മതി. ഓക്കെ, അതൊരു കേസ്. ഇനിയിപ്പോൾ വേറെ കേസിൽ നമുക്കിത് ഫുള്ള് എല്ലാ പ്രോപ്പർട്ടീസും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, വേറെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്ത് വെക്കട്ടെ വെറുതെ. ഓക്കെ, ഞാനെന്ത് ചെയ്തു, ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ട്. ചേഞ്ച് ആയിട്ടില്ലല്ലോ. ഇതൊരു സെറ്റ് പ്രൊഫൈലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഐ സെക്ഷൻ്റെ പ്രൊഫൈൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. കോപ്പി ടു ഓതർ ഒബ്ജക്റ്റ് ഉണ്ട്, കോപ്പി ടു ക്ലിപ്പ് ബോർഡും ഉണ്ട്. അപ്പോൾ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് അടിച്ചാൽ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് കോപ്പീഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കണത്. ഇനി നമുക്ക് ഏത് മോഡലിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതവിടെ ഉണ്ടാവും. പേസ്റ്റ് ഫ്രം ക്ലിപ്പ് ബോർഡ് ആക്കിയാൽ ഈ കളർ ചേഞ്ചിലുള്ളതാണ് അപ്ഡേറ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള അപ്ഡേറ്റ്സസ് ഒന്നുമില്ല. പൊസിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അത് മോഡിഫൈ ചെയ്തപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് എന്ത് ചെയ്യാം, കോപ്പിയും പേസ്റ്റും ചെയ്യാം. ഞാൻ ഗ്രിഡിൻ്റെ കേസിലൊന്ന് നോക്കട്ടെ വെറുതെ. 0, 3000, 6000 ഗ്രിഡ് ഉണ്ട്. ഓക്കെ, എല്ലാം ഞാൻ എന്ത് ചെയ്തു, ഒരു 3 ഗ്രിഡ്സ് വേണ്ട, ഞാൻ കുറച്ച് കോളംസ് പ്ലേസ് ചെയ്യട്ടെ. ഓക്കെ, ഇത്രയും ഞാൻ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ബീമിൻ്റെ കേസിലോട്ട് പോവാം. ഞാനൊരു കാര്യം ചെയ്യാണ്, ഗ്രിഡ് നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്രിഡ് നമ്മൾ 0-ലും 3000-ലും 6000-ലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വല്ല ടാബ് അടിച്ചാൽ കൺട്രോൾ ടാബ് അടിച്ചാൽ ഇതേതാ വ്യൂ, 6000, 3000 വന്നിട്ടുണ്ട്. 3000 ആകുമ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ സെൻറ്ററിലാണ് ഗ്രിഡ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്ലാൻ എടുക്കണമെങ്കിൽ കൺട്രോൾ പി നിൽക്കിയാൽ നമുക്ക് എന്താവും, പ്ലാൻ വ്യൂ അവൈലബിൾ ആവും. ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ കുറച്ച് ബീംസ് പ്ലേസ് ചെയ്യണം. ഓക്കെ, ഈ 6 വെച്ചിട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ബീം എടുത്തു. ബീമിൽ നമുക്ക് കുറേ ബീംസ് ഉണ്ട്, പോളി ബീം, കർവ്ഡ് ബീം, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം എന്ത് ചെയ്തു, സിംഗിൾ ആയിട്ടുള്ള ബീംസ് എടുത്താണ് എന്ത് ചെയ്തു, കുറച്ച് ബീംസ് ഡ്രോ ചെയ്തു. അതും സെയിം മാതിരിയാണ്. നമുക്ക് പ്രൊഫൈൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊഫൈൽസ് കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വേറെ പ്രൊഫൈൽസ് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് ഓക്കെ അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ജസ്റ്റ് ഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ കളർ ഗ്രീനാണ്. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് പ്ലേസ് ആയിട്ടുണ്ട്. ഞാൻ കൺട്രോൾ പി അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ബീം പ്ലേസ് ചെയ്തു. അടുത്ത ബീമിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പോളി ബീം. സെയിം ആസ് യൂഷ്വൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ ഡ്രോ ചെയ്യുന്ന പോലെ തന്നെ ഡ്രോ ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് വരച്ചു. ഇതാ ഇവിടെ വരക്കണ്ടില്ലായിരുന്നു, ഇവിടെയാണ് പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത്. പോളി ബീം എടുക്കുകയാണ്, സെൻറ്റർ ടു സെൻറ്റർ വരക്കാണ്. സെൻറ്റർ വരച്ചു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. പിന്നെ ഒന്നെങ്കിൽ എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ മൗസിൻ്റെ കേഴ്സർ ബട്ടൻ്റെ സെൻറ്റർ ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി. അങ്ങനെ നമുക്ക് ഓക്കെ എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് എത്താൻ പറ്റും. ഇനി അടുത്തത് വരുന്നത്, അങ്ങനെ നമുക്ക് പോളി ബീം ഒറ്റ സെലക്ഷനിൽ ഫുള്ള് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ബീമിൻ്റെ ഓപ്ഷനിൽ വരുന്നത് കർവ്ഡ് ബീം. കർവ്ഡ് നമ്മൾ സ്റ്റാർട്ട് ആൻഡ് ആർക്ക് ഡ്രോ ചെയ്യുന്ന പോലെ തന്നെയാണ്. സോറി, ഇത് ഒറ്റ ബീമായിട്ടാണ്. സെക്കൻഡ്, തേർഡ് കൊടുത്താൽ നമുക്ക് എന്താവും, കർവ്ഡായിട്ട് ബീംസ് വരും. നമുക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂസ് ചെയ്യുക. അതിൻ്റെ റേഡിയസും നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് 20 കൊടുത്താൽ കുറച്ചുകൂടെ കർവ്ഡായി കറക്റ്റ് കിട്ടും. ഐ മീൻ ബീമിൻ്റെ ഷേപ്പിന് ചേഞ്ചസ് ഉണ്ടാവും. 50 ഒക്കെ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ ബീമില്ലല്ലേ, കോളമില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ് ചെയ്യാനും കാര്യങ്ങൾക്കും പറ്റും. ഇനി പോളി ബീം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെയും കൊടുക്കാം. കൺട്രോൾ പി അടിക്കുക, പോളി ബീം എടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നോഡ് കിട്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് വരാം, ഇവിടെ ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്.
ഇങ്ങോട്ട് ആക്ടിവേറ്റ് ആവുന്നത് ഏതാണെന്ന് നോക്കാം. പാരലലാണ് അങ്ങോട്ട് ആക്ടിവേറ്റ് ആവുന്നത്, അത് ഓഫ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇങ്ങോട്ട് നോട്ട്സ് എടുക്കാം. ഓക്കെ, അതപ്പോൾ സ്ട്രെയിറ്റ് അല്ല, അപ്പോൾ പാരലൽ ഓൺ ആക്കാം. പാരലൽ ഇട്ടൊന്നുമില്ല, പെർപെൻഡിക്കുലർ ഇട്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പാത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് വരുന്നത് ബീമിൻ്റെ കേസിൽ കർവ്ഡ് ബീം പറഞ്ഞു ടിൻ പ്രൊഫൈൽ. അതായത് ഒരു പ്രൊഫൈൽ വരക്കുമ്പോൾ തന്നെ രണ്ടെണ്ണം ഒരുമിച്ച് വരുന്ന രീതിയാണ് ടിൻ പ്രൊഫൈൽ. അത് വരക്കുമ്പോൾ തന്നെ സെറ്റ് ചെയ്യണം, പിന്നീട് നമുക്കത് സിംഗിൾ സെലക്ഷൻ ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ടിൻ പ്രൊഫൈൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്രൊഫൈൽ ഞാൻ തീരുമാനിച്ചു. ഞാനിതിപ്പോൾ ഇവിടെ എൽ സെക്ഷനാണ് കാണുന്നത്. നമുക്ക് ഏത് പ്രൊഫൈലാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാണ് ചൂസ് ചെയ്തത്. എല്ലിൽ ഒരു പ്രൊഫൈൽ ഞാൻ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, മെറ്റീരിയൽ പിന്നെ ക്ലാസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിലുണ്ടാവും ടൈപ്പ്, ഏത് രീതിക്കാണ് വരേണ്ടത്. ഓക്കെ, നമുക്ക് രണ്ട് രീതി നോക്കാം. അപ്പോൾ നോർമലായിട്ട് ഈ പ്രൊഫൈലിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്തു, പാർട്ട് നമ്പറിങ് ഒന്നും പറഞ്ഞില്ല, പ്ലേസിങ്ങും പറഞ്ഞില്ല, സ്റ്റാർട്ടും എൻഡും പറയുന്നില്ല. അതിൻ്റെ സ്പേസിങ് ആണ് ക്ലിയറൻസ് ബിറ്റ്വീൻ മെമ്പേഴ്സ്. അതായത് വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആണെങ്കിൽ അതിൻ്റെ സ്പേസിങ് എത്ര വരണമെന്ന്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ജസ്റ്റ് വരച്ചു. ഓക്കെ, രണ്ടെണ്ണം ഒരുമിച്ച് വരുന്നുള്ള രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, ടിൻ പ്രൊഫൈൽ വരുന്നത്. അതിൻ്റെ ടൈപ്പ് മാറ്റി കൊടുത്താൽ ഞാനതൊന്ന് വേറെ കാണിച്ചു. ആ വരച്ചത് സെലക്ഷൻ കിട്ടാഞ്ഞിട്ടാണ്, ഒരു മിനിറ്റ്, പാരലൽ ഓൺ ആയതുകൊണ്ടാണ്. ഓഫ് ചെയ്തു. ഓക്കെ ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്പേസിങ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് പിന്നീട് നമുക്ക് ഇതിൻ്റെ സെലക്ഷന് ഒരു സിംഗിൾ പീസൊക്കെ ആയിട്ടേ കിട്ടുള്ളൂ. സിംഗിൾ പീസൊക്കെ ആയിട്ടേ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗിൾ പീസായിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ. ഓക്കെ, അതാണ് ടിൻ പ്രൊഫൈൽ. പിന്നെ വരുന്നൊരു ബീമാണ് എന്ത്, ഓർത്തോഗണൽ. ഓർത്തോഗണൽ മീൻസ് പ്ലെയിനിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അതായത് ബീം വെച്ചിട്ട് കോളം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബീം പ്ലേസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ പ്ലെയിൻ ഇങ്ങനെയാണ് വരുന്നത്. പ്ലെയിൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പ്ലെയിന് ചേഞ്ച് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. പ്ലെയിന് ചേഞ്ച് ചെയ്യാൻ വ്യൂവിൽ വർക്ക് പ്ലെയിൻ ഉണ്ടാവും. വർക്ക് പ്ലെയിനിൽ എന്തുണ്ടാവും, യൂസിങ് 2 പോയിൻ്റ് ഒക്കെ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലെയിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ 2 പോയിൻ്റ് എടുത്താണ് എന്ത് ചെയ്തു, ഒരു പോയിൻ്റ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. രണ്ടാമത്തെ പോയിൻ്റ് ഞാൻ മുകളിലോട്ടും വെച്ചാൽ ഈ ഒരു സാധനം പോരാ. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. വർക്ക് പ്ലെയിന് യൂസിങ് 2 പോയിൻറ്റ്സ്. ഒരു മിനിറ്റ്, 1 2 ഓക്കെ, എക്സിലോട്ടാണ്. ഓക്കെ, അത് നേരെയാണ് വന്നത്. നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആക്കാൻ പറ്റും. എൻ്റെ വ്യൂ ശരിയാവാഞ്ഞിട്ട് ഞാൻ ടാബ് അടിച്ചിട്ട് എന്ത് ചെയ്തു, ഇതിൻ്റെ എലവേഷൻ ലെവൽ ഏതെങ്കിലും എടുത്തു. വർക്ക് പ്ലെയിൻ ഒന്നുകൂടെ സെറ്റ് ചെയ്യാണ്. വ്യൂ ടാബിലുണ്ട് വർക്ക് പ്ലെയിന് യൂസിങ് 2 പോയിൻറ്റ്സ്. ഒരു കോളം എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ കോളംസ് ഒന്നുമില്ല. യൂസിങ് 2 പോയിൻറ്റ്സ് നടക്കുന്നില്ല. ഓക്കെ, 2 അല്ല 3 പോയിൻ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ഞാനെന്ത് ചെയ്തു, ഈ ഒരു വ്യൂ സെറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഏത് ബബിൾ അടിക്കുന്നത് വെച്ചാൽ ആ ഫ്രണ്ടിലേക്ക് വരും. ഞാൻ എന്ത് ചെയ്തു, വർക്ക് പ്ലെയിൻ യൂസിങ് 3 പോയിൻറ്റ്സ് എടുത്തിട്ട് എന്ത് ചെയ്തു. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. പക്ഷേ ആ സൈഡിലോട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ ബീം വരക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരിക. അല്ലാത്ത പക്ഷം
ഞാൻ കാണിച്ചു തരാം. സ്റ്റീലിൽ ബീം എടുത്തുകൊണ്ട് എന്ത് ചെയ്തു, ഓർത്തോഗണൽ ബീം എടുത്തുകൊണ്ട് ഞാനൊരു ബീം, ഏത് ഇത് ഞാൻ എലവേഷനിലാണ് ഇങ്ങനെ ആക്കിയത്. അതായത് ഞാൻ നമ്മളെ എലവേഷൻ ഗ്രിഡ് എടുത്തിട്ടുണ്ടല്ലോ, ഇതാ ഇവിടെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. ഓക്കെ, യൂസിങ് 3 പോയിൻ്റ് അടിച്ചിട്ടാണ് കിട്ടിയത്. 2 പോയിൻറ്റിലും കിട്ടലുണ്ട്. വർക്ക് പ്ലെയിൻ വ്യൂ ടാബിൽ ഉണ്ടാവും വർക്ക് പ്ലെയിൻ, അതിലാണ് ഞാൻ അത് ചേഞ്ച് ചെയ്തത്. നമുക്കിത് ചേഞ്ച് ചെയ്യുന്ന ആവശ്യമില്ല, ചേഞ്ച് ചെയ്താൽ മനസ്സിലാവില്ല. അത് ചേഞ്ച് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്ത് ചെയ്തു, ഇത് നോർമൽ ആക്കാൻ എന്ത് ചെയ്തു, പാരലൽ ടു XYZ എന്ന് ആക്കി കൊടുത്താൽ നോർമൽ നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള വെച്ചാൽ അങ്ങോട്ടൊന്ന് എത്തും. ഓക്കെ, കൺട്രോൾ P അടിച്ച് നോക്കാം. ഇതാ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്, ഒറിജിനലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. എവിടെ ഇതോ, ഇത് നമ്മൾ ഇവിടെ വന്ന് സെറ്റിങ്സ് പോയിട്ട് വേണം ഇവിടെ എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാൻ. എവിടെ കഴിഞ്ഞു, ഓട്ടോമാറ്റിക് റൊട്ടേഷൻ സെൻറ്റർ, അത് ടിക്ക് ചെയ്താൽ അത് ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്ന ആ സ്പേസിലോട്ട് എത്തും. അത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ റീസെൻ്റ്ലി എവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള അവിടെ എത്തും. ഞാനിപ്പോൾ അത് ഇങ്ങോട്ടാക്കിയിട്ട് ഓഫ് ചെയ്യണം ഒന്നുകൂടെ. സെറ്റിങ്സ് പോയി ഓട്ടോമാറ്റിക് റൊട്ടേഷൻ സെൻറ്റർ ഓഫ് ചെയ്തു, എന്ത് ചെയ്തു. അപ്പം ഇനി ഇവിടെ ഫിക്സ് ആയിട്ട് നിൽക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്ത് കഴിഞ്ഞു, ബീമിൻ്റെ കേസ് കഴിഞ്ഞു. ഞാനെന്ത് ചെയ്തു, സ്റ്റീലിൽ ബീം എടുത്തിട്ട് എന്ത് ചെയ്തു, ഓർത്തോഗണൽ ബീം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. ആക്ച്വലി അതൊരു ബീമാണെന്നുണ്ടെങ്കിൽ കോളമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് സെലക്ട് ചെയ്താലും ബീമിൻ്റെ കാറ്റഗറിയിൽ തന്നെ വരും. ഈ പ്ലെയിന് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്, ഹൊറിസോണ്ടൽ ആയതുകൊണ്ട്. അല്ല വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ എന്താവും, ബീമായിട്ട് തന്നെ ആക്ട് ചെയ്യും. ഓക്കെ, പ്ലെയിന് ഓർത്തോഗണലായിട്ടൊക്കെയാണ് വരുന്നത്. ഓക്കെ, സ്പൈറൽ ഞാൻ നോക്കിയിട്ട് വേണം, ചെക്ക് ചെയ്തിട്ട് പറയാം, ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നോക്കാനുള്ളത് നോക്കട്ടെ കേട്ടോ, നോട്ട് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്. പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതിനാണ് നമ്മൾ പറയാം. ഇനിയുള്ളത് ഓക്കെ, ഇതിലിപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനൊരു ബീം വരക്കണം എന്നുണ്ട്, ഇങ്ങനൊരു ബീം. ഓക്കെ, ഇങ്ങനെ വരക്കണം. അതെനിക്ക് 2 വ്യൂവിലൊക്കെ വരക്കണം. ഇപ്പോൾ നമുക്കറിയാം വ്യൂ നമ്മൾ ഇത് 3Dയിലാണ്. കൺട്രോൾ ടാബ് അടിച്ചിട്ട് 3000 വരക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഞാൻ 3000 എടുത്തിട്ട് അങ്ങനല്ല സെയിം പാരലലായിട്ട് ചെരിഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ വരക്കുന്നത് നോക്കിക്കോ. അപ്പോൾ വേറെ രീതിക്ക് വരക്കണം എന്നുണ്ട്. എനിക്ക് ഈ ഒരു ലെവലിൽ തന്നെ 2-3 ഒരുമിച്ച് വരക്കണം. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുക, ഇതെനിക്ക് സ്ട്രെയിറ്റ് ആയിട്ടുമല്ല എല്ലായിടത്തും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. വ്യൂവിൽ ഓക്കെ, വ്യൂ ടാബിലുണ്ട് ന്യൂ വ്യൂവിൽ യൂസിങ് 2 points പറഞ്ഞ ഓപ്ഷൻ. ഇവിടെയാണ് നമ്മൾ അലോങ് ഗ്രിഡ് ലൈൻസ് എടുത്ത് കേട്ടോ. യൂസിങ് 2 points എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതാ കണ്ടോ, എനിക്ക് ഇങ്ങനെയാണ് വരക്കണം. ഓക്കെ, ഇങ്ങനെയാണ് കംപ്ലീറ്റ് വരക്കേണ്ടത്. ഇങ്ങനെ ഒരു വ്യൂ അതെടുത്താൽ എന്താവും, അങ്ങനെ ഒരു വ്യൂ ക്രിയേറ്റ് ആവും. ഓക്കെ, ഇത് ഒരു എലവേഷൻ വ്യൂ മാതിരി ക്രിയേറ്റ് ആവും. ഇതിന് കൺട്രോൾ P അടിച്ചാൽ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടല്ല ഫീൽ ചെയ്യണേ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഇതിലൊരു ബീം വരക്കണം. ഇതിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ബീം വരച്ചാൽ എന്തുണ്ടാവും നോക്കാം. കൺട്രോൾ ടാബ് അടിച്ചിട്ട് കൺട്രോൾ P അടിച്ചു. ഒരു മിനിറ്റ്, ഞാൻ കർവ്ഡ് ബീമാണ് വരച്ചത്, സാധാ ബീമല്ല തോന്നുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, കൺട്രോൾ ഒന്നുകൂടെ 2 point എടുക്കുന്നുണ്ട്. ഇത് ഡിലീറ്റ് ചെയ്തു. വ്യൂവിൽ ന്യൂ വ്യൂ യൂസിങ് 2 point എടുത്തിട്ട് എന്ത് ചെയ്തു, സെക്ഷണൽ വ്യൂ എടുക്കുന്ന പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കൺട്രോൾ P എടുത്തു, ഒരു ബീം വരക്കാണ്. സ്റ്റീല് ബീം എടുത്തിട്ട് ഇതിൽ വാല്യൂസൊക്കെ 0 അല്ലേ, 0. വെറുതെ അല്ല കർവ് വന്ന് ഇവിടെ 50 ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് കർവ് ഒരു 50 ഉണ്ടായിരുന്നു. ഒരു ബീം ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഇത് ഞാൻ കൺട്രോൾ ടാബ് അടിച്ചിട്ട് നോക്കിയാൽ ഏതാണ് ഞാൻ വരച്ചത്, ഇതായിരിക്കും വരച്ചത്.
ആക്ച്വലി അത് കർവ്ഡാണ്. അത് 10 സെഗ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് 0 സെഗ്മെൻ്റ് ആക്കി കാണിച്ചു തരാം. ആക്ച്വലി എന്താ സംഭവം മനസ്സിലായി? ആക്ച്വലി ഞാൻ വേറെ സ്പേസും കൂടെ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യണം. കൺട്രോൾ P എടുത്തു, വ്യൂ എടുത്തു, യൂസിങ് 2 പോയിൻറ്റ്സ് എടുത്തു, ന്യൂ വ്യൂ യൂസിങ് 2 പോയിൻറ്റ്സ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ഞാൻ എടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വ്യൂവിലാണ് വന്നത്. എലവേഷൻ നമ്മൾ സ്ട്രെയിറ്റ് കട്ട് ചെയ്യില്ല, ഫ്രണ്ട് സ്ട്രെയിറ്റുള്ള ചെരിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ കാണുന്നത് സ്ട്രെയിറ്റ് ആണെന്നുള്ളൂ. അതിൽ നമ്മൾ സ്റ്റീൽ എടുത്തുകൊണ്ട് ഒരു ബീം എടുത്തുകൊണ്ട് 0 0 0 ഓക്കെ, റേഡിയസ് 5000 വന്നിട്ടുണ്ട്. ഓക്കെ, 0 എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു, ഒരു ബീം വരച്ചു. ഞാൻ എന്ത് ചെയ്തു, കൺട്രോൾ ടാബ് അടിച്ചാൽ ഇങ്ങനെ വരും. മനസ്സിലായോ? അത് ഇനി ഏത് ലെവലിൽ അടിച്ചാലും എന്തുണ്ടാവും, ഇതിപ്പോൾ 3000 ഈ ഒരു എലവേഷനിൽ എങ്ങനെ വരച്ചാലും ആ ഒരു നമ്മൾ 2 പോയിൻറ്റിൽ വരച്ച കർവ് ഐ മീൻ ഒരു ആംഗിൾ ചെരിവ് എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 പോയിൻറ്റിൽ യൂസ് ചെയ്ത് കണ്ട് എത്ര ലെവലിലും ഏത് രീതിക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും വരക്കാം. ഓക്കെ, അതാണ് 2 പോയിൻറ്റ്. ഓക്കെ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 2 പോയിൻറ്റ്. ഇത് നേരെ വരക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാനിൽ വരച്ചാൽ പോരെ. പ്ലാനിൽ വരക്കാം, അല്ലെങ്കിൽ യൂസിങ് 2 പോയിൻറ്റ്സ് എടുത്താണ് നേരെ വരച്ചാലും പറ്റും. വ്യൂവിൽ ന്യൂ വ്യൂ യൂസിങ് 2 പോയിൻറ്റിൽ ഞാൻ ഇപ്പോൾ ഇനി സ്ട്രെയിറ്റ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി സ്ട്രെയിറ്റ് ആയിട്ട് എനിക്ക് കിട്ടും. കണ്ടോ? അപ്പോൾ ഞാൻ കൺട്രോൾ P എടുത്താൽ ഇതവിടെ ഉണ്ടാവും. അത് ചെരിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഞാനെന്ത് ചെയ്തു, ബീം എടുത്തു. ഇത് നോക്കണം, റേഡിയസ് വല്ലതും ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ നോക്കണം. നമ്മൾ റീസെൻ്റ്ലി വരച്ചത് കറക്റ്റ് അതിൽ ആക്റ്റീവായി കിടക്കും. ഇവിടെ വേണ്ട, ഇവിടെ വരക്കാം, അടിയിൽ 0 0 ആണ്. ഓക്കെ, ഞാൻ കൺട്രോൾ P എടുത്തു. കണ്ടോ, കൺട്രോൾ ടാബ് എടുത്തു. ഓക്കെ, ആക്ച്വലി ഞാൻ അവിടെ വരച്ചതും ബിയിൽ നിന്ന് ഇ വരെയാണ്. അത് ഞാൻ ചെരിച്ചിട്ടാണ് 2 പോയിൻറ്റ് യൂസ് ചെയ്തത്. ഇവിടെ ഞാൻ വരച്ചത് ഇത് മുതൽ ഇത് വരെയാണ്. ഇത് ഞങ്ങൾക്ക് പ്ലാനിൽ വരച്ചാലും മതി, ഓക്കെയാണ്. ഓക്കെ, ഇനി വേറെ എന്താ വെച്ചാൽ പ്ലാനിൽ വരച്ചത് നമ്മൾ 0 എവിടെയാണ് വരച്ചത് അവിടെ 0 ആയിട്ട് വരും. എങ്ങനെ പ്ലാനിൽ ഡയറക്റ്റ് എടുത്തിട്ട് ഗ്രിഡാണോ? പറ്റും. പക്ഷെ നമുക്കത് പല എലവേഷനിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ചിലപ്പോൾ ഞാനിപ്പോൾ കൺട്രോൾ ടാബ് അടിച്ചാൽ എനിക്ക് ഇവിടെ കാണുന്നത് ചിലപ്പോൾ 3000 ഇവിടെ കുറച്ച് വർക്ക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അതിൻ്റെ നേരെ താഴെ വേണ്ടി വരാം. അങ്ങനെയുള്ള സ്പേസിങ്ങും കാര്യങ്ങളും നമുക്ക് കറക്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു മിനിറ്റ്, എല്ലാം വരക്കാം. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് 3000 6000 അങ്ങനെയും വരക്കാം. ഓക്കെ, കണ്ടോ, പൊന്തി ഹൈറ്റിലോട്ടായി. അങ്ങനെല്ലാം വരക്കാം. അപ്പോഴും ഇത് നമ്മളിപ്പോൾ എത്ര സ്ലോപ്പ് വെച്ചാലും നമ്മൾ വരച്ചത് 0 ആയിരിക്കും. പിന്നീടായിരിക്കും നമ്മൾ കസ്റ്റം ചെയ്യണ വാല്യൂസിന് ചേഞ്ചസ് ഉണ്ടാവുക. അതായത് നമ്മൾ വരച്ചത് ഒറിജിനായിട്ടും 0 ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ നേരത്തെ വെച്ച കോളംസൊക്കെ പോയിരാം. പ്ലാൻ വ്യൂവിൽ ഞാനൊരു 4 കോളംസ് വെക്കുന്നുണ്ട്, 4 ബീംസ് വെക്കുന്നുണ്ട്. കോളം, ബീമും വെക്കുന്നുണ്ട്. ഇത് 0-ലല്ല, ടാബ് അടിച്ചു. കൺട്രോൾ ടാബ് വർക്ക് ചെയ്യണത് ചെയ്യാന്നുണ്ടെങ്കിൽ സ്ക്രീനൊന്ന് സെലക്ട് ചെയ്തിട്ട് ടാബ് അടിക്കുക. ഇത് നേരത്തെ 2 പോയിൻറ്റ്സ് ആണ്, ഇത് വേറെ 2 പോയിൻറ്റ്സ് ആണ്. 6000 3D 3000-ൽ ഞാൻ കൺട്രോൾ P അടിച്ചിട്ട് എന്ത് ചെയ്തു, 4 ബീമും കൂടെ വരച്ചു. ഓക്കെ, എനിക്ക് ചിലപ്പോൾ ഇനിയിപ്പോൾ കൺട്രോൾ ടാബ് അടിച്ചാൽ എനിക്ക് എന്താവും, ഈ വ്യൂ ലിസ്റ്റിൽ നിന്ന് ഞാൻ കുറച്ച് ഡിലീറ്റ് ചെയ്യട്ടെ. വ്യൂ ലിസ്റ്റിൽ നിന്ന് ഞാൻ ആവശ്യമില്ലാത്തത് ഇത് കിട്ടൂല. 2 പോയിൻറ്റ്സ് അല്ലേ, അത് കിട്ടൂല. സ്ക്രീൻ സെലക്ട് ചെയ്തു, കൺട്രോൾ ടാബ് എടുത്തു,
6000 കൺട്രോൾ പി അടിച്ചാൽ നമുക്ക് അടിയത്തെ ബീമിൻ്റെ റെഫറൻസ് കിട്ടില്ല. നമ്മൾ വ്യൂ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെയാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ 6000-ലാണ്, നമ്മൾ 3000-ൽ വരച്ചിട്ടുണ്ട്. നമ്മൾ സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വ്യൂ ഡെപ്ത് കിട്ടും. അതായത് താഴോട്ട് നമുക്കൊരു 3100 ആക്കിയാൽ എന്താവും? താഴെയുള്ള റെഫറൻസ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? വ്യൂ ഡെപ്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് പ്ലാൻ വ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഐ മീൻ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഒന്നും പറയാനൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റും കൂടെ നോക്കാം. പ്ലേറ്റ് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള പ്ലേറ്റും വരക്കാം. ഓക്കെ, പ്ലേറ്റ് വരക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലേറ്റ് എന്ത് ചെയ്യാം? പോയിൻറ്റിങ് ആണ്. പോയിൻറ്റിങ് നേരത്തെ നമ്മൾ പോളിബീം വരച്ച പോലെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ വരക്കുന്നത് 6000-ലാണ് വരിക. ഞാനെന്ത് ചെയ്തു? മെറ്റീരിയലും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. മെറ്റീരിയൽ പ്രൊഫൈലൊക്കെ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഒരു സ്ക്വയർ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. 3000-ൽ വരക്കണേ നമ്മൾ പ്ലാന് 3000 എടുക്കണം. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നമ്മളിത് വരച്ചിട്ട് എന്ത് ചെയ്യുക? മൂവ് ചെയ്യാൻ പറ്റും. അതേമാതിരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ സെയിം ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഞാനിതിപ്പോൾ പ്ലേറ്റ് വെച്ചതിൻ്റെ ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. നേരത്തെ 6000-ൽ വെച്ച് ഞാൻ 3000-ലോട്ട് മൂവ് ചെയ്തു. അവിടെ -3000 കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? മൂവ് ചെയ്തു. ഓക്കെ, ഞാൻ 0 ആക്കി എൻ്റർ അടിച്ചു. ഞാൻ കൺട്രോൾ പി അടിച്ചാൽ നമുക്ക് എന്താവും? കൺട്രോൾ ടാബ് കേട്ടോ, വർക്ക് ചെയ്യണില്ല. കൺട്രോൾ ടാബ് അടിച്ചു. 3000-ലാണ്, 0-ലാണ് വരുന്നത്. ഇത് 3D ആണ്. 3D 6000. ഓക്കെ, ഇനി ഇതിലിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷേപ്പൊക്കെ എനിക്ക് ഇറഗുലറൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യം ഞാനിതെടുത്താണ് എന്ത് ചെയ്യുക? ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്കിതാ ഇതിൻ്റെ ഷേപ്പ് നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആർക്കാക്കണമെങ്കിൽ ആർക്കാക്കാം. ഞാൻ ഇവിടെ ആർക്കാക്കിയിട്ട് മോഡൽ ചെയ്താൽ ഇതൊരു സെൻറ്ററായിട്ടാണ് ആക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ 2-3 പോയിൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ ഷേപ്പ് ഇനിയും മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്താൽ മതി. ഇത് സ്ക്വയറാണ്, ഞാൻ അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്കിത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ പോയിൻ്റ് ഇത് കണ്ടോ? ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു പോയിൻ്റ് നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഫില്ലാവും. ഇത് ഫില്ലായിട്ടൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഒന്നും ഫില്ലായിട്ടുണ്ടാവില്ല. ഇത് സ്റ്റാർട്ടും എൻഡും ആണെന്ന് അറിയാലോ. അപ്പോൾ ഇതെന്ത് ചെയ്യുക? റൈറ്റ് ബട്ടൺ അടിച്ചുകൊണ്ട് മൂവ് അടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? പിക്ക് ചെയ്ത് കണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഷേപ്പ് എന്താവും? അതിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷേപ്പ് അതിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിപ്പോൾ ഞാൻ സിംഗിൾ 4 ക്ലോസ്ഡ് ഏരിയ ആയി കണ്ടാണ് വർക്ക് ചെയ്തത്. ഞാൻ അടുത്ത് എന്ത് ചെയ്തു? പ്ലേറ്റ് എടുത്ത് കണ്ട് എന്ത് ചെയ്തു? പ്ലേറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്രയും പോയിൻറ്റ്സ് കിട്ടും. ഓരോ പോയിൻ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കർവ് ആക്കാം. റൗണ്ടിങ് ആക്കി മോഡിഫൈ ചെയ്തു. ഇത് റൗണ്ടിങ് ആക്കാം. റൗണ്ടിങ് ആവണില്ലല്ലോ. ഒരു പോയിൻ്റ് ശരിയല്ല എന്നിട്ടാണ് ഞാൻ വേറെ കാണിച്ചു തരാം. പ്ലേറ്റ് എടുത്തു. ഞാനെന്ത് ചെയ്തു? ഇതിൻ്റെ ഓരോന്ന് നമുക്കിങ്ങനെ റൗണ്ടിങ് ആക്കാം. കർവാക്കി കണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് സെറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇങ്ങനെ എന്ത് ചെയ്യാം? ഓരോന്ന് നമുക്ക് കൊണ്ടുപോകാം. അകത്തോട്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഷേപ്പ് ഉണ്ട് നോക്കാം. അതിൻ്റെ ഉള്ളിലോട്ടുള്ള ഷേപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് പോയിൻ്റ് ചെയ്യണം. തിരിച്ച് വരക്കണം. അതായത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വേറെ ഓപ്ഷൻ പറയട്ടെ. ഇത് മൂവ് ചെയ്യാൻ നമുക്ക് ഈ പോയിൻ്റ് വല്ല എടുത്താണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചു. വല്ല മൂവ് ചെയ്ത് കണ്ട് ഉള്ളിലോട്ടാക്കാം. ഇനി മൂവിങ്ങിൻ്റെ കുറച്ച് സ്പെഷ്യൽ ലീനിയറൊക്കെ ഉണ്ട്. ഇതാ ഉള്ളിലോട്ട് കർവായി. ജസ്റ്റ് മൂവ് ചെയ്ത് വെച്ചു. ഇവിടെ ഈ ഒരു പോയിൻ്റ് ആ ആർക്കിലാണ് കിടക്കുന്നത്. ഇത് പുറത്തോട്ട് വെച്ചാൽ പുറത്തോട്ട് ആർക്കായി, ഉള്ളിലോട്ട് വെച്ചാൽ ഉള്ളിലോട്ട് ആർക്കായി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും ഒരു മോഡൽ ക്രിയേറ്റ്